ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ ബീഫ് കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് വിറകടുപ്പിൽ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ബീഫിനെ കുക്കറിൽ വേവിക്കുന്നു. കുറച്ച് മൂത്ത ബീഫായതുകൊണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിക്കുന്നു. ഒരു വിസിലടിച്ചിട്ട് പിന്നെ തീ കുറച്ചിട്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചെങ്കിൽ റെഡിയാവും. ആ സമയം കൊണ്ട് നമുക്ക് മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടാൻ വെക്കാം. കുറച്ച് ലൈറ്റിന് പ്രശ്നമുണ്ട്, അവിടെ അടുപ്പിൽ നിന്ന് പുകയും വരുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നല്ലൊരു മണമുണ്ടാകും. ഉലുവ ഓവറായിക്കൂടാ, അപ്പോൾ ഒരു കയ്പ്പ് വരും. അത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം. ആ എണ്ണയിൽ അതൊന്ന് മൂത്തിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മുറിച്ചിട്ട് വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ 3 വലിയ ഉള്ളി നേരെ സ്ലൈസായിട്ട് മുറിച്ചിട്ട് കൊടുക്കണം. നല്ലപോലെ വാട്ടിയിട്ട് എടുക്കണം. ഉള്ളി നല്ല വാടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറോളം വാട്ടാം. സാധാരണ ഉണ്ടാക്കുന്നതിന് ബീഫ് കറി അത് മൺചട്ടിയിലാകുമ്പോൾ ഒരു പറഞ്ഞ ടേസ്റ്റ്. മൺചട്ടിയിലാക്കിയിട്ട് വെക്കണം കുറച്ച് സമയം. എന്ത് കറിയും മൺചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും. ആ മസാല എല്ലാം വാടിയിട്ട് വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ടിട്ട് വാട്ടി കൊടുക്കാം. എന്നിട്ട് മസാല എല്ലാം നമുക്ക് സൈഡാക്കിയിട്ട് വെക്കാം. നടുവിലേക്ക് നമുക്ക് മുളക് പൊടി, നമുക്ക് എരിവിന് ആവശ്യത്തിന് ഞാനിവിടെ 4 സ്പൂൺ മുളക് പൊടി, ഒരു 6 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നടുവിലിട്ടിട്ട് കുറച്ച് വറുത്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല മണം വരും. അങ്ങനെ ഈ മസാല റെഡിയായി. അപ്പോൾക്ക് നമ്മൾ കുക്കറിൽ വെച്ച് ബീഫ് വെന്തിട്ട് വന്നിട്ടുണ്ട്. തുറന്നിട്ട് നോക്കാം. നല്ല വെന്തിട്ട് വന്നിട്ടുണ്ട്. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് വന്നിങ്ങനെ വെള്ളം നയിച്ചിട്ട് ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് വെള്ളത്തോടെ തന്നെ മസാലയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഇന്ന് വറ്റിയിട്ട് വരും. മസാല നല്ല കുറുകിയിട്ട് വന്നിന് ഇനി ബീഫ് ഒഴിക്കാമല്ലോ. എല്ലാം മിക്സാക്കിയിട്ട് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. കറിവേപ്പില മല്ലി ചപ്പല അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അത് വീഡിയോയിൽ മിസ്സായി. എന്നിട്ട് എല്ലാം മിക്സാക്കിയിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് വെക്കാം. മൺചട്ടിയാകുമ്പോൾ അത് തണിയോളം തിളക്കുന്ന തന്നെ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നല്ല വറ്റിയിട്ട് വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.